ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ശേഖർ കുര്യാക്കോസ് പറഞ്ഞത് ബൈജു കേട്ട് കാണുമെന്ന് തോന്നുന്നു. പൂർണ്ണമായും അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ സൈന്യം കൂടുതൽ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതും ഈ രക്ഷാദൗത്യത്തിന്റെ ആക്കം കൂട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവിടെ കർണാടക അധികൃതർ പറയുന്നത് പൂർണ്ണമായും ഈ പുഴയിലേക്കുള്ള ഒഴുകിപ്പോകാനുള്ള സാഹചര്യം അതില്ല എന്ന് തന്നെയാണോ ബൈജു? അല്പസമയത്തിനകം സൈന്യം അവിടെ എത്തും. അല്പസമയത്തിനകം സൈന്യത്തിന്റെ സംഘം അവിടെ എത്തും. അവർ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന രക്ഷാപ്രവർത്തകരോട് കാര്യങ്ങൾ ചോദിച്ചറിയും. ആ ബ്രീഫിംഗിന് ശേഷം സൈന്യം രക്ഷാദൗത്യത്തിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രക്ഷാദൗത്യത്തിലേക്ക് സൈന്യം കൂടി എത്തുന്നതോടുകൂടി നമുക്ക് കൂടുതൽ പ്രതീക്ഷ വെക്കാം. കാരണം കൂടുതൽ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. പക്ഷെ അപ്പോഴും തിരിച്ചടിയായി കുറേ ഘടകങ്ങളുണ്ട്. അവിടെ മഴയുണ്ട്, അവിടെ കാറ്റുണ്ട്. മാത്രമല്ല കുന്നിന്റെ മണ്ണിടിച്ചിൽ തുടരുകയാണ്. ഈ താഴെ നിന്ന് മണ്ണ് മാറ്റുന്ന സാഹചര്യത്തിൽ പോലും ഈ മെല്ലെ മാറ്റാൻ കഴിയുള്ളൂ എന്ന് ആ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവർ പറയുന്നു. കാരണം അത്രമാത്രം ഇടിഞ്ഞിടിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. നമ്മൾ ഈ അലംഭാവം ഉണ്ടായി, ഏകോപനക്കുറവുണ്ടായോ എന്നൊക്കെ സംശയം പ്രകടിപ്പിക്കുമ്പോഴും ഇത്തരം സാഹചര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിൽ വെക്കണം എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബൈജു തുടരുന്നു. ബൈജു, ഞാൻ ചോദിച്ചതുപോലെ ഈ നേവി വീണ്ടും എത്തുന്നു. പുഴയിൽ വീണ്ടും കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് ആലോചന. അപ്പോൾ അതായത് റൂൾ ഔട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് ശ്രീ ശേഖർ കുര്യാക്കോസ്. പുഴയിലേക്ക് പോയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ പക്ഷെ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ നേരെ തിരിച്ചാണല്ലോ. അവിടെ കർണാടകയിൽ നിന്നുള്ള അധികൃതരും ഒക്കെ പറയുന്നത് പുഴയിലേക്ക് പോയ സാഹചര്യം അത് ഇനിയില്ല, അങ്ങനെയൊരു സാധ്യതയില്ല, മണ്ണിനടിയിൽ തന്നെ ലോറിയും അർജുനും ഉണ്ട് എന്നല്ലേ അവർ പറയുന്നത്? തീർച്ചയായും എന്തോ അത് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിരവധി നേതാക്കൾ ഈ ഭാഗത്ത് വരുന്നു. പ്രത്യേകിച്ച് കർണാടകയിലുള്ള നിരവധി രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഇവിടെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഒരു BJP നേതാവ്, മുൻമന്ത്രിയാണ് ഇപ്പോൾ ഈ പ്രദേശത്ത് ഇപ്പോൾ സന്ദർശിക്കാനായി എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ മറ്റൊരു മന്ത്രി കൂടി വരുന്നുണ്ട്. 3:30 സിദ്ധരാമയ്യ മുഖ്യമന്ത്രി തന്നെ വരുന്നുണ്ട്. ഏതായാലും ഇന്ന് ഈ വിവരം, ഈ സംഭവം വലിയ തോതിൽ ഇവർക്ക് കർണാടകത്തിന്മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ 2 ദിവസങ്ങളിൽ വലിയ അവഗണന ഈ ഭാഗത്ത് ഈ തെരച്ചിലിനോടൊപ്പം തന്നെ മാധ്യമപ്രവർത്തകരൊക്കെ മാറ്റി നിർത്തി അത്തരത്തിൽ ഒരു സംവിധാനമായിരുന്നു ഇവിടെ പ്രവർത്തിച്ചത്. അത് കൃത്യമായി ഇവരുടെ ഈ പ്രവൃത്തിയിലെ അപാകത മറച്ചുവെക്കാൻ തന്നെയാണ്, വീഴ്ച മറച്ചുവെക്കാൻ തന്നെയാണെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് മറ്റു വിഷയങ്ങളെല്ലാം മാറ്റിവെച്ചാൽ പോലും അർജുനെ കണ്ടെത്തുക എന്നത് തന്നെയാണ്. അതിനുള്ള വളരെ അടുത്ത കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ രക്ഷാപ്രവർത്തനം മുന്നോട്ട് നീങ്ങുന്നത്. അർജുനിലേക്ക് വളരെ അടുത്തുകൊണ്ടിരിക്കുന്നു. ആ ലോറി കൃത്യമായി കണ്ടെത്തി ആ സ്ഥലം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു. അത് തന്നെ ഏതായാലും തെരച്ചിലിന് വലിയ സഹായകരമാവും. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖ്യമന്ത്രി എത്തുന്നുണ്ട്. സൈന്യം ഇതുവരെ എത്തിയിട്ടില്ല. ഏത് സമയത്തും അവർ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സമീപത്ത് തന്നെയുണ്ട്. നമ്മളെ ഇവിടെ നിന്നും മാറ്റിയിട്ടില്ല. മാധ്യമപ്രവർത്തകർ ചെറിയ ദൂരത്തേക്ക് മാത്രം മാറ്റി നിർത്തിയതാണ്. കാരണം അവരെ മറ്റു പ്രദേശങ്ങളിൽ ഇപ്പോൾ ഈ ലോറി ഇപ്പോൾ അപകടത്തിൽ പെട്ടു എന്ന് കരുതുന്ന സ്ഥലത്തല്ല, ഇനി സമീപത്തൊക്കെ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. നിലവിൽ കാലാവസ്ഥ വീണ്ടും നല്ല കാലാവസ്ഥ തന്നെയാണ്. തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥ തന്നെയാണ്. ഇതുവരെ പ്രതികൂലമായ ഏതെങ്കിലും തരത്തിലുള്ള കാലാവസ്ഥ വന്നിട്ടില്ല. വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ദക്ഷിണ കന്നഡ ജില്ലകളിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴ സാധ്യതയാണ്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഊർജിതമായ തെരച്ചിലും നടത്തുന്നത്. മറ്റേ സമ്മർദ്ദത്തിനൊപ്പം തന്നെ കാലാവസ്ഥ സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വരും ദിവസങ്ങളിലുള്ള ഇത്തരത്തിൽ ഊർജിതമായ ഒരു തെരച്ചിൽ നടത്തുന്നത്. എന്തായാലും ഏത് സമയത്തും നമുക്ക് ആ ശുഭവാർത്ത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റും, കുടുംബങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. കോടിക്കണക്കിന് മലയാളികൾ ഓരോ സമയത്തും കാത്തിരിക്കുന്നത് ആ വാർത്ത കേൾക്കാനാണ്. ജീവനോടെ അർജുനെ തിരിച്ചു കിട്ടുമെന്ന ആ സന്തോഷ വാർത്ത നമുക്ക് പങ്കുവെക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും ഇവിടെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറുകളും ചെലവഴിക്കുന്ന ഇതിന്റെ ഓരോ രക്ഷാപ്രവർത്തനത്തിനൊപ്പം തന്നെ നമ്മളും പങ്കുചേരുന്നത്. ആ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്, ഏതെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാൻ വേണ്ടി രംഗത്തെത്തുന്നത്, കുടുംബത്തിന്റെ പരാതികൾ അധികാരികളുടെ മുന്നിൽ മാധ്യമങ്ങളിലൂടെ നമ്മളെത്തിക്കുന്നു. അത്തരം നിരന്തരം ഇടപെടൽ നമ്മുടെ ഭാഗത്തും അതുകൊണ്ട് തന്നെയാണ്. അർജുന്റെ ജീവൻ ഒരു ശരിയുണ്ടെങ്കിൽ അത് തിരിച്ച് തരിക എന്നതാണ്
സഹോദരൻ ഉൾപ്പെടെ പറഞ്ഞത്. എല്ലാ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അവർ ഇന്ന് മറ്റ് ദിവസങ്ങളിൽ കാണുന്നത് പോലെ എല്ലാവർക്കും ഇന്ന് വലിയ പ്രതീക്ഷയുണ്ട്. അവരുടെ മുഖത്ത് അത് പ്രകടമാണ്. അവർ അത് തന്നെയാണ് പങ്കുവെച്ചതും. ഇന്ന് അവസാന പ്രതീക്ഷ എന്നാണ് അവർ പറഞ്ഞത്. ഇന്ന് ഏതെങ്കിലും തരത്തിൽ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ അത് വലിയ ആശങ്കയിലേക്കും നമുക്ക് വേദനിപ്പിക്കുന്ന വാർത്തകളിലേക്കും പോകേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നോ എന്ന ഒരു സംശയം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇത് എന്ത് വന്നാലും ഈ ലോറി കണ്ടെത്തുക, അതിൽ സുരക്ഷിതനായി ഉണ്ട് എന്ന് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന അർജുനെ പുറത്തെത്തിക്കുക, മണ്ണിനടിയിൽ പൂണ്ടുപോയ നിലയിൽ അർജുൻ ഈ ലോറിക്കകത്തുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഭാരത് ബെൻസ് കമ്പനിയുടെ അധികൃതർ വ്യക്തമാക്കുന്നതും അവർ നൽകിയ വിവരവും അതാണ്. ഏതായാലും അതിനായുള്ള ഒരു കാത്തിരിപ്പാണ് ഇപ്പോഴും ഇവിടെ ഉള്ളത്. നിരവധി നേതാക്കൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെയൊക്കെ വലിയ വാഹനങ്ങളോ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് വലിയ പോലീസ് സന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിരവധി സംവിധാനങ്ങളുണ്ട്. ആംബുലൻസ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 or 5 ആംബുലൻസുകൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. തരത്തിൽ വാഹനം കണ്ടെത്തിയാൽ ആ രീതിയിൽ ശുശ്രൂഷ നൽകാനും ആശുപത്രിയിൽ എത്തിക്കാനുമായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എയർലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സംവിധാനം ആലോചിക്കുമെന്നാണ് അല്പസമയം മുമ്പ് MLA പറഞ്ഞത്. ഏതായാലും അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ഊർജിതമായ തെരച്ചിൽ തന്നെ നടത്തുന്നു. ഇന്ന് ഇതിനെ നമുക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ്. അർജുൻ എവിടെ എന്ന ചോദ്യത്തിന് ഇന്ന് ഉത്തരം നൽകാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത്. അല്ലോ ശരി ബൈജു, തുടരുക. ഞാനിപ്പോൾ കോഴിക്കോട് നിന്നുള്ളൊരു ദൃശ്യം കൂടി കാണിക്കാം. അവിടെ കോഴിക്കോട് വലിയ തോതിൽ ജനങ്ങൾ സംഘടിക്കുന്നുണ്ട്. അർജുനായിട്ടുള്ള രക്ഷാദൗത്യത്തിന് വേഗം പകരുന്നതിന് വേണ്ടി അതിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അർജുനെ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് വീണ്ടെടുക്കണം എന്നുള്ള ആവശ്യത്തിൽ നാട്ടുകാർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സംഘങ്ങളിലൊക്കെ ചേർന്ന് അവിടെ ഒരു പ്രതിഷേധവും ഒരു സമ്മേളനമൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും ഉള്ള ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എന്നാലും അല്പസമയത്തിനകം ഇന്ത്യൻ സൈന്യം അവിടെ എത്തും. അല്പസമയത്തിനകം സൈന്യം എത്തുന്നതോടുകൂടി കൂടുതൽ പ്രതീക്ഷ നമുക്ക് പുലർത്താം. ഈ രക്ഷാദൗത്യത്തിന്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഷിരൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ, പ്രത്യേകിച്ചും ഇത് 6ാമത്തെ ദിവസമാണ്. ഈ 6ാം ദിനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള മണിക്കൂറിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ കാത്തിരിക്കുകയാണ്. ആ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുന്ന ആ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട അർജുന്റെ ലോറിയും നമ്മൾ വീണ്ടെടുത്ത് നമ്മൾ ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടിരുന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുന്നു.